ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മിനിറ്റുകൾക്കുള്ളിൽ വാഴയിലയൊന്നും യൂസ് ചെയ്യാതെ തന്നെ അടിപൊളി ടേസ്റ്റിലുള്ള ഗോതമ്പട റെഡിയാക്കാം. ആദ്യം നമുക്കിതിലോട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കട്ടിയിൽ വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് നന്നായി കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സമയം അല്പം ഗീയും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗീയും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ദോശ പരത്തിയെടുക്കുമ്പോഴും കുറച്ച് തിക്കായി തന്നെ പരത്തിയെടുക്കണം. അപ്പോഴാണ് ഫില്ലിംഗ് ഒന്നും വെച്ച് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊന്നും എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമല്ല, നമുക്ക് എത്ര വേണമോ അതിനനുസരിച്ച് എടുക്കാം. ഇതിലോട്ട് കുറച്ച് ശർക്കരപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും എത്ര മധുരം വേണമോ അതിനനുസരിച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങ മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുത്താലും മതിയാവും. ഇതിലോട്ട് അല്പം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അടയായിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം ദോശക്കല്ല് വെച്ച് കൊടുത്താൽ കൂടുതൽ നമുക്ക് ക്രിസ്പിയായി കിട്ടും. കല്ലുണ്ടെങ്കിൽ കല്ലിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കുറച്ച് തിക്നെസ്സോട് കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അല്പം ഗീയോ ഓയിലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് കുക്കായി വരുന്നുണ്ട്. ഫുള്ളായി മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കിതിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമേ ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാവും. നമുക്കിത് അടക്കിയെല്ലാം മടക്കിയെടുക്കുന്ന പോലെ ഒന്ന് മിഡിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം മിഡിലിൽ പ്രസ് ചെയ്യാതെ സൈഡ്സ് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഫില്ലിങ്സ് ഒന്നും ഉള്ളിൽ നിന്ന് വിട്ട് വരാതെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്കായി ഇരുന്നോളും. ഇപ്പോൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിഡിലിൽ പ്രസ് ചെയ്ത് കൊടുക്കാതെ സൈഡ്സ് മാത്രം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മിഡിലിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഒരു സൈഡ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ടാവും. ഇത് കൂടുതൽ ക്രിസ്പിയാക്കി എടുക്കുമ്പോഴാണ് അടയുടെ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡ് നന്നായി തന്നെ ഒന്ന് ക്രിസ്പിയാക്കി എടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ്സ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാലൻസിൽ അടയും നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല ക്രിസ്പിയാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇലയിൽ പരത്തുകയോ കുഴക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട നമുക്ക് കിട്ടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ അടയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടയെല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്.
ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.